എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരിക്കലെടുത്ത് വാവ് ഒന്ന് ബലിയിട്ടു. ഞാൻ അച്ഛന്മാർക്കും കാരണന്മാർക്കും വേണ്ടി ബലിയിട്ടു. അപ്പോൾ ഞങ്ങളവിടെ വീത് വയ്ക്കണ പരിപാടിയുണ്ട് ഞങ്ങൾക്കൊക്കെ. അപ്പോൾ വൈകിട്ട് അവർക്ക് വേണ്ടി വീത് വയ്ക്കാൻ ഞാൻ കുറച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ദോശ, ഓംപ്ലേറ്റ്, ചിക്കൻ വറുത്തത്, ചിക്കൻ കറി, പരിപ്പ് വട, അരിയുണ്ട, പായസം, പിന്നെ പൂവട, ശർക്കര അട, അങ്ങനെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി. കുറച്ച് ഐറ്റംസ് കേട്ടോ, അതൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് വൈകുന്നേരം വെച്ച് കൊടുക്കാനാണ്. അതിൽ ഞാൻ അരിയുണ്ടയുടെ ഒരു ഇത് സ്റ്റോറി എന്ന് പറയാനില്ല, ഒരു ഇത് എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അരിയുണ്ട. അപ്പം ഞാനൊരു ദിവസം ആദ്യമായിട്ട് എൻ്റെ പൂനെയിലേക്ക് വരിക, ആദ്യമായിട്ട് വരില്ല, കുട്ടികളായിട്ട് ഒറ്റയ്ക്ക്, അന്ന് കുട്ടികൾ ചെറുതാണ്, ഒറ്റയ്ക്ക് വരിക. അപ്പോൾ വരുന്ന സമയത്ത് ആ സമയമായപ്പോൾ അങ്ങനെ അച്ഛൻ പല സാധനങ്ങളും എനിക്ക് കൊടുത്തയക്കും പൂനെക്ക് വരുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കുട്ടികളായിട്ട് ഒറ്റയ്ക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ അച്ഛൻ അരിയുണ്ട ഉണ്ടാക്കാൻ പറഞ്ഞാൽ തലേ ദിവസമാണ് പറയണത്. എനിക്കാണെങ്കിൽ വരുന്നതിൻ്റെ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അതുണ്ടാക്കാനുള്ള മൂഡൊന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് കുഞ്ഞി മക്കളാണ്, 3 വയസ്സായിട്ടേ ഉള്ളൂ മോന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അച്ഛന് ദേഷ്യം, അച്ഛൻ തെറ്റി എന്നിട്ട് ഞാനൊരു മിണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എന്നെ കൊണ്ടാക്കുമ്പോൾ മിണ്ടൊന്നും ചെയ്തില്ല. അങ്ങനെ എന്നിട്ട് പിന്നെ വർഷങ്ങൾ കടന്നു പോയി. അത് ഞാൻ പോയി ട്രെയിനിൽ എന്നെ കൊണ്ടാക്കി തന്ന അങ്ങനെ പോയി, വർഷങ്ങൾ കടന്നു പോയി. എന്നിട്ട് പിന്നെ ഒരു പ്രാവശ്യം എന്ന് വെച്ചാൽ അച്ഛൻ മരിക്കണേൻ്റെ 2-3 മാസം മുന്നേയിട്ട് അച്ഛൻ അനിയത്തിയുടെ വീട്ടിൽ ചെന്നൈയിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ അഭിയേട്ടൻ അങ്ങോട്ട് മീറ്റിങ്ങിന് പോകുമ്പോൾ അപ്പം അച്ഛൻ എന്തെങ്കിലും കൊടുത്തയക്കേണ്ട നമുക്ക്, അച്ഛനും അമ്മയും അവിടെ ഉണ്ടല്ലോ. അപ്പം ഞാനപ്പോഴേക്ക് മനസ്സിൽ വിചാരിച്ചു, അരിയുണ്ട അന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചു. അപ്പം അച്ഛന് അന്ന് എന്നോട് പറഞ്ഞതല്ല, കുറേ വർഷം മുന്നേ പറഞ്ഞതാട്ടാ. എന്നിട്ട് ഞാനതുണ്ടാക്കി കൊടുത്തയച്ചു. അപ്പോൾ അച്ഛൻ ചെന്നൈക്ക് ചെന്ന സമയത്ത് അച്ഛന് കുറച്ച് വയ്യായിയൊക്കെ വന്ന് അച്ഛൻ ഹോസ്പിറ്റലിലായി. എന്നിട്ട് ഈ അരിയുണ്ട ആൾ കൊടുത്തു. അമ്മ എന്നിട്ട് കൊടുക്കുമ്പോൾ പകുതിയാണ്, അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നതല്ല, അങ്ങനെ തിന്നാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ടേസ്റ്റിന് കൊടുത്തപ്പോൾ അച്ഛൻ ഇത് എവിടുന്നേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ദീപ അഭിലാഷിൻ്റെ കയ്യിൽ കൊടുത്തയച്ചതാന്ന് പറഞ്ഞു. അപ്പം അമ്മ അങ്ങനെ പറഞ്ഞു, അന്ന് പറഞ്ഞിട്ട് അവൾ ഉണ്ടാക്കി തന്നില്ല. അപ്പം എൻ്റെ മോൾക്ക് ഇതൊക്കെ ഓർമ്മ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ്, മറന്നിട്ടില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്താ പകുതിയാണോ കൊടുത്തയച്ചത്, പകുതി ഉണ്ടാക്കിയിട്ടാണോ കൊടുത്തയച്ചതെന്ന് തന്നെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നാൽ അങ്ങനെ കഴിക്കാൻ പാടില്ല, ഇടയ്ക്ക് തരണ്ടെന്ന് തന്നെ, മറക്കാണ്ട് ഇടയ്ക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അത് കൊടുത്ത് അച്ഛൻ നല്ല സന്തോഷമായിട്ട് കഴിച്ചു. അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ്, അത് ഏപ്രിൽ മാസമായിരുന്നു. മെയ് കഴിഞ്ഞ് ജൂണ് ലാസ്റ്റ് ആകുമ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങളൊക്കെ വിട്ടുപോയി. അപ്പോൾ ആ ഒരു കട ഉണ്ടായിരുന്നു എനിക്ക്, അത് കൊടുത്തേക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളോട് അത് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല, അന്നത്തെ അവസ്ഥ വേറെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഓണേൻ്റെ ആദ്യം ഇപ്പോൾ എനിക്കത് ആലോചിക്കുമ്പോൾ ഭഗവാൻ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എൻ്റെ അച്ഛനെന്ന്. പിന്നെ ഞാൻ മെയ് മാസത്തിലാണ് യൂട്യൂബ് തുടങ്ങിയത്. തുടങ്ങിയ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ 10 ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ 10 ദിവസം എൻ്റെ അച്ഛന് എൻ്റെ കൈ കൊണ്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്. കാരണം അച്ഛനത് കഴിക്കാൻ പറ്റി. വീഡിയോ മറ്റുള്ളവരെടുക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊക്കെ കൊടുക്കാൻ പറ്റിയല്ലോ നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ. പക്ഷെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ അവർ രണ്ടാളും നഷ്ടപ്പെട്ടപ്പോൾ കുറച്ചും കൂടി ഭയങ്കര വിഷമയോ. എല്ലാ കാരണവന്മാർക്കും എല്ലാവർക്കും വേണ്ടി ഞാനിന്ന് വീത് അവർക്ക് വേണ്ടി കൊടുക്കുന്നു.